നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മളെ വലിയൊരു നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിട്ടുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കോണ്ടൻറ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടേതാണ് എന്ന് നമ്മൾ കരുതുന്ന എന്തെങ്കിലും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയാണ് എങ്കിൽ അതൊരു മാസ്റ്റർ പീസ് സാധനമായിരിക്കണം. നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് ചുറ്റുമുള്ളതിൽ നിന്ന് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളറിയാതെ പലരും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ചരിത്രത്തിലെ തന്നെ വലിയ വലിയ ക്രിയേറ്റേഴ്സ്, അവർ പാട്ട് നിർമ്മിക്കുന്നവരായാലും ചിത്രം വരയ്ക്കുന്നവരായാലും നോവൽ എഴുതുന്നവരായാലും സിനിമയുണ്ടാക്കുന്നവരായാലും ഒക്കെ തന്നെ, അവരൊക്കെ തന്നെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പെട്ടെന്ന് എന്തോ ബുദ്ധി തോന്നി അവസാനം വളരെ പെർഫെക്റ്റ് ആയ ഒരു പ്രോഡക്റ്റ് മാത്രം പുറത്തു കൊണ്ടുവന്നവരാണ് എന്ന് നമ്മളൊക്കെ കരുതുന്നു. പക്ഷേ ഈ ലോൺ ജീനിയസ് അഥവാ ഒറ്റയ്ക്ക് വലിയ സംഭവം ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആൾ എന്നൊക്കെ പറയുന്നത് തള്ളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വായിച്ച പുസ്തകങ്ങളും അനുഭവങ്ങളും പലരുടെയും ചരിത്രവും നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തിനു നിങ്ങളോടത് പറയണം? കാരണം നിങ്ങളുടെ പെർഫെക്ഷനെ കുറിച്ചുള്ള ധാരണകൾ മൊത്തം തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാലേ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഇത്തരം മേഖലകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാലേ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും നിങ്ങളും കാണിക്കുന്ന അബദ്ധങ്ങളും ചമ്മലും നാണവുമൊക്കെ വലിയ കരുത്താണ് എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളോട് ഇൻഡയറക്റ്റ്ലി പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങളും ഈ കോണ്ടൻറ് ക്രിയേഷൻ ഫീൽഡിലേക്ക് ഇറങ്ങണം. കോണ്ടൻറ് ക്രിയേഷൻ മാത്രമല്ല, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. നിങ്ങളെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത്രത്തോളം സാധ്യതകളുണ്ട്. അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും AI ഉപയോഗിച്ചിട്ടായാലും നിങ്ങളൊരു ഷോപ്പ് തുടങ്ങിയാലും ഒരു ബിസിനസ് ആരംഭിച്ചാലും എല്ലാത്തിനുമൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഗ്യാപ്പുകളുണ്ട്. അതായത് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മളത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കഴിവ് കൊണ്ടുവരണം. ചുമ്മാ തുടങ്ങിയാൽ പോരാ, ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരണം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് ഒറിജിനാലിറ്റി ഇല്യൂഷൻ അഥവാ ഒറിജിനാലിറ്റിയുടെ മായക്കാഴ്ച. മനുഷ്യ ജീവിതത്തിൻ്റെ കണക്കും സയൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ വർക്കുകൾ പബ്ലിഷ് ചെയ്യാനുള്ള പേടി എത്രമാത്രം അർത്ഥമില്ലാത്തതാണ് എന്ന് ഞാൻ പറയാം. ബുദ്ധിയെക്കുറിച്ചോ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സങ്കല്പിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെയാണ്. ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഐസക് ന്യൂട്ടൻ, അല്ലെങ്കിൽ വലിയൊരു ബോർഡിൽ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ സോൾവ് ചെയ്യുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ. പക്ഷേ ഓഗസ്റ്റ് റോഡിനുണ്ടാക്കിയത് തിങ്കർ എന്ന് പറയുന്ന ശില്പത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഒരു പാറപ്പുറത്ത് കൈ താടിക്ക് കൊടുത്ത് ലോകത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന കരുത്തനായൊരു വ്യക്തിയാണ് ആ ചിത്രത്തിലുള്ളത്. പക്ഷേ ഈ തിങ്കറിനെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത വലിയൊരു രഹസ്യമുണ്ട്. റോഡിൻ ഈ ഒരു ശില്പം ഉണ്ടാക്കിയ സമയത്ത് ഈ ശില്പം ഒരിക്കലും ഒറ്റയ്ക്കിരിക്കുന്ന ഒന്നായിരുന്നില്ല. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് ഗേറ്റ്സ് ഓഫ് ഹെൽ എന്ന് പറയുന്ന വലിയൊരു ശില്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ തിങ്കർ. ആ വലിയ വാതിലുകളുടെ ഏറ്റവും മുകളിലായിരുന്നു അയാളുടെ സ്ഥാനം. അയാൾ വെറുതെ ശൂന്യതയിലേക്ക് നോക്കി ചിന്തിക്കുകയും അല്ല. അയാൾ താഴേക്ക് അടിയും ഇടിയും സ്നേഹവും ദേഷ്യവും സങ്കടവും ഒക്കെയായി നടക്കുന്ന, ഡാൻസും ഒക്കെയായി നടക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ വലിയൊരു ജനക്കൂട്ടത്തിലേക്കാണ് ഇങ്ങനെ നോക്കിയിരുന്നത്. അതായത് ദ തിങ്കർ ഒറ്റയ്ക്കിരുന്ന് വലിയ ഐഡിയകൾ ആലോചിക്കുകയല്ല, താഴെയുള്ള ജനക്കൂട്ടത്തെ കണ്ടിട്ടുള്ള അയാളുടെ ചിന്തകളായിരുന്നു അത്. സോ 100 വർഷങ്ങൾക്ക് മുമ്പ് ലവ് വിഗോസ്കി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് മനുഷ്യൻ്റെ തലച്ചോറിനെ കുറിച്ച് ഇതേ കാര്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പുള്ളി ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി എന്നൊരു സംഭവം കൊണ്ടുവന്നു. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ചിന്തിക്കാനുമുള്ള നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ കഴിവുകൾ ശരിക്കും നമ്മുടെ തലയ്ക്കുള്ളിൽ നിന്ന് മാത്രമല്ല തുടങ്ങുന്നത് എന്ന് വിഗോസ്കി കണ്ടെത്തി. അത് റിയലി സ്റ്റാർട്ട് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെ നമുക്ക് ചെറിയൊരു ബൾബായിട്ട് കാണാൻ പറ്റും. അതിന് മുറിയിൽ ചെറിയൊരു വെളിച്ചം തരാനേ പറ്റൂ. പക്ഷേ ഇതിനെ നമ്മൾ ഒരുപാട് വയറുകളുമായിട്ട് കണക്ട് ചെയ്ത് കറണ്ട് കൊടുത്തിട്ട് മറ്റ് ബൾബുകളുമായിട്ടൊക്കെ ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവയെല്ലാം കൂടി കത്തി ഒരു മുറി ഭയങ്കര വെളിച്ചമുള്ളതായി മാറും. സോ പുറത്തുള്ള കമ്മ്യൂണിറ്റികളുമായിട്ട് ഇടപഴകാതെ നിങ്ങൾക്കൊരിക്കലും പുതിയതും കോംപ്ലക്സ് ആയതുമായിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിഗോട്സ്കി പറഞ്ഞു. സോ കുറേ വർഷങ്ങൾക്ക് ശേഷം ബ്രയാൻ ഈനോ എന്ന് പറയുന്നൊരു ഫേമസ് മ്യൂസീഷ്യൻ ഇതിനൊരു കിടിലം പേരിട്ടു. ഒറ്റയ്ക്ക് വലിയ സംഭവങ്ങൾ ചെയ്യുന്ന ആ ജീനിയസ് എന്ന പരിപാടി നമ്മൾ വിട്ടിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് സീനിയസ് എന്ന് പറയുന്നൊരു വാക്കിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സോ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് സീനിയസ്? ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്നുള്ള ബുദ്ധി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, ഐഡിയകൾ കോപ്പിയടിക്കുന്ന,
പരസ്പരം ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഗ്രാമം. ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു നവോത്ഥാന കാലം ഉണ്ടല്ലോ, റെനൈസൻസ്, അത് വെറുതെ കുറേ ബുദ്ധിമാന്മാർ ഒരേ സമയം ജനിച്ചത് കൊണ്ട് ഉണ്ടായതല്ല. അതൊരു സീനിയസ് ആയിരുന്നു. ഇന്നത്തെ വലിയ ടെക് കമ്പനികളൊക്കെ തുടങ്ങിയ സിലിക്കൺ വാലിയില്ലേ, അതും ഒരു സീനിയസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആർട്ട് വർക്കുകളോ എഴുത്തുകളോ നിങ്ങളുണ്ടാക്കിയ കൊച്ചു കൊച്ചു വീഡിയോകളോ ഐഡിയകളോ ഒന്നും പോസ്റ്റ് ചെയ്യാതെ നിങ്ങളൊരു ജീനിയസ് ആകാൻ വേണ്ടി ഒരു റൂമിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് കാത്തിരിക്കുകയാണ് എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ബയോളജിയുടെ റൂൾസിനെ തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഒറ്റയ്ക്ക് നിങ്ങൾക്കൊരു ജീനിയസ് ആവാൻ പറ്റില്ല. ചിലപ്പോൾ പുസ്തകങ്ങൾ കുത്തിയിരുന്ന് വായിച്ച് പരീക്ഷയൊക്കെ പാസ്സായി ജീനിയസ് ആകുന്ന ആളുകളാണ്, എക്സാം ക്രാക്കാക്കുന്ന ആളുകളാണ്. പക്ഷേ നിങ്ങൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടും ആൾക്കാർ വേണം, നിങ്ങൾക്ക് ആ സീനിയസ് വേണം. സോ അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പറയാം. എനിക്ക് കമ്മ്യൂണിറ്റിയെ വേണം, പക്ഷേ ആ കമ്മ്യൂണിറ്റി എന്നെ അംഗീകരിക്കണമെങ്കിൽ ഞാനൊരു എക്സ്പെർട്ട് ആകണ്ടേ? ഒരു സ്റ്റാർട്ടറാണ് ഞാനെന്ന് അറിഞ്ഞാൽ ആൾക്കാർ എന്നെ കളിയാക്കില്ലേ? ദാറ്റ്സ് എ പ്രോബ്ലം യു ആർ ഫേസിങ്. മീ ടു, ഓക്കെ. പക്ഷേ ഇവിടെയാണ് സൈക്കോളജിയിലെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു സത്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ഈ എക്സ്പെർട്ട് ആകുക എന്ന് പറയുന്നതാണ് ക്രിയേറ്റിവിറ്റിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മുട്ടൻ പണി എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ തലച്ചോറിന് ഒരു പ്രശ്നമുണ്ട്, ഒരു ഗ്ലിച്ച്. അതിനെ നമ്മൾ എയ്സ്റ്റലിംഗ് എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ജർമ്മൻ വാക്കാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു വഴിത്താരയിൽ കുടുങ്ങിയ എലിയെ സങ്കല്പിക്കുക. ഒരു എക്സ്പെരിമെൻ്റാണ്. ആ വഴിയുടെ അവസാനത്തിൽ ഒരു കഷ്ണം ചീസ് കിടപ്പുണ്ട്. സോ എലിക്കിത് മനസ്സിലായി. എലി ഓടി കുറച്ച് തെറ്റായ വഴിയിലൂടെ പോയി അവസാനം ചീസ് കണ്ടെത്തും. പക്ഷേ പിറ്റേ ദിവസം നിങ്ങൾ ആ എലിയെ വീണ്ടും അവിടെ വിട്ട് അത് അതേ വഴിയിലൂടെ പോയി ചീസ് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു മാസം ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എലി ആ വിഷയത്തിലൊരു എക്സ്പെർട്ട് ആകുന്നതായിട്ട് മനസ്സിലാവും. അതിനെ നമ്മൾ കണ്ണുകെട്ടി വിട്ടാലും അത് ഓടിച്ചെന്ന് ചീസ് ഇറക്കും. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ പെട്ടെന്ന് പഴയതിനേക്കാൾ വളരെ എളുപ്പമുള്ള ചെറിയൊരു പുതിയ വഴി അവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? കണ്ണ് കെട്ടാതിരുന്നാലും എന്തൊക്കെ കണ്ടാലും എക്സ്പെർട്ടായ എലിക്ക് ആ വഴി തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അത് പഴയ വഴിയിലൂടെ പോയിട്ട് അത് പെട്ടെന്ന് ചീസ് ഇറക്കും. കാരണം തലച്ചോറിനെ അത്രത്തോളം അത് ഫിക്സേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് പുതിയ എഫേർട്ട് എടുക്കാൻ വയ്യ. പുതിയതും എളുപ്പമുള്ളതുമായിട്ടുള്ള വഴി ആ എലി മൈൻഡേ ചെയ്യില്ല. സോ ഇത് തന്നെയാണ് എക്സ്പെർട്ടായ മനുഷ്യരുടെ കാര്യത്തിലും സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊരു വലിയ കാര്യത്തിൽ പുലിയാവുന്ന സമയത്ത് നമ്മുടെ തലച്ചോർ അതിൻ്റേതായിട്ടുള്ള ചില വഴികൾ, ചില പാത്തുകൾ ഉണ്ടാക്കിയെടുക്കും. മുമ്പ് എൻ്റെ പഴയ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു തരത്തിലുള്ളൊരു അനുഗ്രഹമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു സാധനം. നമ്മൾ സിമിലർ ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എക്സ്പെർട്ട് ആവുന്നു, അതിനനുസരിച്ചുള്ള ന്യൂറൽ പാത്വേസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ആവുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് എത്ര സിമ്പിൾ സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പഴയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നിൽക്കുകയും അതാണ് ഏറ്റവും ഫാസ്റ്റ് എന്ന് വാദിക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥ മാറ്റങ്ങളും പുതിയ ഐഡിയകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് എത്തിച്ചേരും. അതിന് നല്ല സ്പീഡും ഉണ്ടാവും. എത്ര പഴഞ്ചൻ ഐഡിയ എന്ന് പറഞ്ഞാലും നല്ല സ്പീഡുണ്ടാവും. പക്ഷേ എക്സ്പെർട്ടായ ആളുകൾ പുതിയ രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യില്ല. പുതിയ ഐഡിയകൾ ഒരിക്കലും പഴയ മെത്തേഡിൻ്റെ സ്പീഡിൽ നിന്ന് വരില്ല. അത് വരുന്നത് ഫ്രിക്ഷൻസിലൂടെയാണ്. അതായത് തെറ്റായ വഴികളിലൂടെ പോകുന്നതിൽ നിന്നാണ് നമ്മൾ ശരിയായ വഴികൾ ഷാർപ്പാക്കി എടുക്കുന്നത്. അതാണ് പോയിന്റ്. അതായത് തുടക്കക്കാർക്ക് എക്സ്പെർട്ടായ ആളുകളെക്കാൾ ഒരു മുൻതൂക്കമുണ്ട്. ഇതിൽ എനിക്ക് സെൻ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസ് ഞാൻ ഒരുപാട് കാണാറുണ്ട്. കാരണം ഒരുപാട് ഐഡിയാസ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് മനോഹരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഈ ഷോഷിൻ എന്ന് പറയുന്നത്. അതായത് തുടക്കക്കാരൻ്റെ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം. ഒരു പ്രശസ്തനായ സെൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് ഒരു സ്റ്റാർട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ്റെ മനസ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ എക്സ്പേർട്ടിൻ്റെ മനസ്സിൽ അത് വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചെസ് ബോർഡിലേക്ക് നോക്കുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് അതിലെ നിയമങ്ങളും സ്ട്രാറ്റജികളും മാത്രമേ കാണാൻ പറ്റൂ. ചരിത്രത്തിൽ ഇന്ന് വരെ എല്ലാവരും മൂവ് ചെയ്ത എല്ലാ ചെസ് മൂവ്സും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കുതിരയെ അദ്ദേഹത്തിന് വിചാരിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റില്ല. പക്ഷേ ആദ്യമായിട്ട് ചെസ്സ് കാണുന്ന അല്ലെങ്കിൽ 2 വയസ്സുള്ളൊരു പയ്യനോ പെൺകുട്ടിയോ വന്ന് ആ ചെസ് ബോർഡിലെ കരുക്കളെ കാണുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി കുതിരയെ എടുത്ത് കുതിരയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കി രാജാവിനെ വെട്ടിയിടും. അത് റൂളല്ല. ഗ്രാൻഡ് മാസ്റ്റർ പക്ഷേ അതുകൊണ്ട് ഞെട്ടും. കാരണം അദ്ദേഹത്തിന് ആ ഒരു സാധ്യതയെ അവിടെ തോന്നിയിട്ടില്ല. കുട്ടിക്ക് റൂൾ അറിയില്ല. സോ കുട്ടി പുതിയൊരു റൂൾ കണ്ടുപിടിച്ചിട്ട് പുതിയൊരു ഗെയിം രീതി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങളൊരു തുടക്കക്കാരനാകുന്ന സമയത്ത് നിങ്ങളുടെ വലിയ പേര് ചീത്തയാകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടാകില്ല. ഇപ്പോൾ ഈ പറയുന്ന JR അൺഫോൾഡ് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ കുറച്ചധികം വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാനൊരു മണ്ടത്തരം പറയുകയോ അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ രീതി മാറ്റുകയോ ഞാൻ നോക്കി വായിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതിനും എനിക്ക് തന്നെ ഒരു പേടിയുണ്ടാവും. എൻ്റെ കുറച്ച് പേര് ഇത് കാണുന്നുണ്ട്, അവരെന്നെ വിശ്വസിക്കുന്നുണ്ട്. സോ എൻ്റെ പേര് ചീത്തയാവും. അതുകൊണ്ട് ഞാൻ മണ്ടത്തരം കാണിക്കാൻ പാടില്ല. ഞാൻ
എത്ര പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കി തെറ്റൊന്നും വരാതെ വേണം വീഡിയോ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ പേരൊന്നും ഇല്ലല്ലോ. സോ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവില്ല എന്നുള്ള കാര്യത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്ക് നമ്മളെക്കുറിച്ച് ചെറിയൊരു ഓവർ കോൺഫിഡൻസോട് കൂടി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, തെറ്റാണെങ്കിൽ പോലും. ഇതിനാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. പല വീഡിയോസിലും ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒന്നും അറിയില്ല, പൊട്ടത്തരം കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് എക്സ്പേർട്സ് ഒരിക്കലും ട്രൈ ചെയ്യാത്ത പല പൊട്ടത്തരങ്ങളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പൊട്ടത്തരം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലായിരിക്കും, ബട്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പുതിയ സാധ്യതകളും പുതിയ രീതികളും ക്രാക്ക് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പലതരത്തിലുള്ള വീഡിയോസുകൾ ഇടുന്നു. പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് യൂട്യൂബ് ഗുരുക്കളും വന്ന് നിങ്ങളെ ഉപദേശിക്കും. ഒരുപക്ഷെ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ക്ലാസ് നടത്തുന്ന ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് എങ്ങനെ ബ്രാൻഡിങ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റർ ആകാം എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. എൻ്റെ ഉപദേശമൊക്കെ കേട്ട്, എൻ്റെ ടീമിൻ്റെ ഉപദേശമൊക്കെ കേട്ട് വീഡിയോ ചെയ്യുന്നവരേക്കാൾ സ്വന്തമായിട്ടൊരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒന്ന് അബദ്ധവശാൽ ക്ലിക്കാകുമെന്ന് വിചാരിക്കുക. ആ അബദ്ധവശാൽ ക്ലിക്കായത് ഒരുപാട് ട്രൈ ചെയ്തത് കൊണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ മണ്ടത്തരങ്ങൾ കാണിക്കാൻ നമുക്ക് പറ്റും, പക്ഷേ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ചിലപ്പോൾ അതിലൂടെ നമുക്ക് ഗുണമുണ്ടാകും. സോ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമുക്ക് വലിയ ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ വേണമെന്നില്ല. അതില്ലാത്തതാണ് ആയുധം എന്ന് ഞാൻ പറയും. ഒരു കാര്യം ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ എന്നുള്ള നിയമങ്ങളുടെ ഭാരം നമ്മുടെ തലയിലില്ലാതെ വേണം നമ്മൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ. ഞാനിനി കുറച്ചുകൂടെ സിൻസിയറായിട്ട് പറയാം. അപ്പോൾ ചോദിക്കും, ജെആർ ഇത്രയും നാൾ സിൻസിയർ അല്ലേ? യെസ്, സിൻസിയർ ആണ്. പക്ഷേ ഒരു തുടക്കക്കാരനാകുന്നതാണ് നല്ലതെന്ന് സമ്മതിച്ചാൽ പോലും ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സിൻസിയറായിട്ട് പറയുന്നത്. അതായത് ഒരു സ്റ്റാർട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന സാധനങ്ങൾ മിക്കവാറും ശോകമാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ യൂട്യൂബിലൊരു പുതിയ വീഡിയോ ഇടുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ അത് ശോകമാകും, പെർഫെക്റ്റ് ആയിരിക്കില്ല. സോ പിന്നെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നതും മോശം സാധനങ്ങൾ ഉണ്ടാക്കുന്നതും? നിങ്ങൾ ഉണ്ടാക്കിയത് മോശമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആളുകൾ കാണും? റൈറ്റ്? ഒരു സിൻസിയർ ഡൗട്ടാണ്. എല്ലാവർക്കും പെർഫെക്റ്റായ കാര്യങ്ങൾ മാത്രം കാണാൻ താല്പര്യമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും, ഇല്ലേ? ഞാൻ അതിനൊരു ഉത്തരം പറയട്ടെ. സോ ഈ ഫീൽഡിനെ കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ ഞാൻ ചെന്നെത്തിയത് മറ്റൊരു സ്റ്റഡിയിലേക്കാണ്. 1950കളിലെ അമേരിക്കൻ ഗ്രോസറി സ്റ്റോറിൽ നടന്ന ഒരു വിചിത്രമായ സംഭവമാണ്. മേശപ്പുറത്തിരിക്കുന്ന 2 ചോക്ലേറ്റ് കേക്കുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ആദ്യത്തെ കേക്ക് പാരീസിൽ വില കൂടിയൊരു ബേക്കറിയിൽ നിന്ന് $50 കൊടുത്ത് വാങ്ങിയൊരു സാധനം. രണ്ടാമത്തെ കടയിൽ നിന്ന് $3 വാങ്ങിയ ഒരു കേക്ക് മിക്സ് ഉപയോഗിച്ച് സാധാരണക്കാരനുണ്ടാക്കിയ കേക്ക്. ഇതിലേതിനായിരിക്കും കൂടുതൽ വില എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമ്മൾ പറയും, $50 പാരീസിൽ നിന്ന് കേക്ക് സൂപ്പർ. പക്ഷേ മനുഷ്യൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത് ബിറ്റ് സ്ട്രേഞ്ച് ആയിട്ടാണ്. 1950കളിൽ ഫുഡ് കമ്പനികൾ ആദ്യമായിട്ട് ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സുകൾ കണ്ടുപിടിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 70-76 വർഷം മുമ്പാണ്. നമുക്കിപ്പോൾ അറിയാം ഇൻസ്റ്റൻറ്റ് പായസം മേക്കിംഗ് ഒക്കെ ഉണ്ട്. കേക്ക് മേക്കിംഗ് പണ്ടേ ഉണ്ട്. കേക്കാണല്ലോ ഈ വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം. സോ അവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടി. എന്നാൽ കേക്ക് സ്റ്റിൽ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാണ്. അപ്പം വീട്ടിലുള്ളവർക്ക് ഈ ഒരു പൊടി വാങ്ങിച്ച് പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ കേക്ക് റെഡിയാണ്. കറക്റ്റ് ടേസ്റ്റുള്ള ഒരു കഷ്ടപ്പാടും ഇല്ലാത്ത സാധനം. സോ ഇതുണ്ടാക്കിയ കമ്പനി വിചാരിച്ചത് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, പാചകത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സുകൾ 8 നിലയിൽ പൊട്ടി. ആരും അത് വാങ്ങിയില്ല എന്ന് മാത്രമല്ല, കടകളിൽ അത് പൊടി പിടിച്ച് കിടന്നു. സോ കമ്പനിക്കൊന്നും മനസ്സിലായില്ല. ലക്ഷങ്ങൾ മുടക്കി റിസർച്ച് ചെയ്തു, ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി, ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, എന്നിട്ടൊരു പ്രോഡക്റ്റ് ഇറക്കി. അത് സൂപ്പറാണ്, പക്ഷെ വർക്കാവുന്നില്ല. അങ്ങനെ അവർ ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സൈക്കോളജിസ്റ്റുകളെ വിളിച്ചിട്ട് കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ പറഞ്ഞു. സോ ഈ പെർഫെക്റ്റ് കേക്ക് മിക്സ് എന്തിനാണ് വെറുക്കുന്നത്? കാരണം കഷ്ടപ്പെട്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള പരിഹാരമല്ലേ. പക്ഷേ അതിൻ്റെ ആൻസർ ഞെട്ടിക്കുന്നതായിരുന്നു. ആ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അത് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞങ്ങൾക്കത് വേണ്ടാത്തത്. ഒരു സാധനം ഉണ്ടാക്കാൻ ഒട്ടും കഷ്ടപ്പാടില്ലാതെ വന്നപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അനുഭവവും സന്തോഷവും നമുക്കില്ലാതായി. സോ എന്തോ കള്ളത്തരം കാണിക്കുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. കൊറോണ ലോക്ക്ഡൗൺ ടൈമിൽ സ്വന്തമായിട്ട് പൊറോട്ട ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസുകൾ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ അത് ക്ലിക്കായി. സോ പല കാര്യങ്ങളും ഇങ്ങനെയാണ്. അതായത് ഭയങ്കര സിമ്പിളാണെങ്കിൽ അത് സക്സസ് ആവില്ല. കാരണം ഹ്യൂമൻ ഫീൽ ഓർ എഫർട്ട് എന്ന് പറയുന്ന സാധനമാണ്. അതായത് കേക്കിനോടൊരു സ്നേഹം തോന്നുന്നത് കഴിക്കുമ്പോൾ മാത്രമല്ല, സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ആ സാധനത്തിന് പിന്നിൽ നമ്മളിടുന്ന എഫർട്ടുണ്ട്. ഓരോ വേരിയേഷനും ഉണ്ടാകുന്ന ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടിയാൽ വേറെ ടേസ്റ്റ്, കുറഞ്ഞാൽ വേറെ ടേസ്റ്റ്, ഉപ്പ് കൂടിപ്പോയി കുറഞ്ഞു പോയി, മസാല മാറി ട്രൈ ചെയ്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ സ്വന്തമായിട്ട് ഉണ്ടാക്കി, ബട്ട് അതിനവർക്കൊന്നും ചെയ്യാനില്ല. സോ ഫീലില്ല.
അങ്ങനെ സൈക്കോളജിസ്റ്റുകൾ ഒരു കിടിലൻ ഐഡിയയുമായിട്ട് കമ്പനിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ പൊടി ഉണ്ടല്ലോ, കേക്കിൻ്റെ പൊടി റെസിപ്പിയിൽ നിന്ന് ഒരു സാധനം മാറ്റണം. അതായത് ഈ കവർ പൊട്ടിച്ച് പൊടിയിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കിയാൽ പോരാ, പകരം കേക്ക് ഉണ്ടാക്കുന്ന ആൾ സ്വന്തം ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുക്കണം. അത് കോഴിമുട്ടയോ താറാമുട്ടയോ വെള്ളമുട്ടയോ ചുവന്ന മുട്ടയോ അതെടുത്തിട്ട് പൊട്ടിച്ച് മാവിലേക്ക് ഒഴിക്കണം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ട പൊട്ടിച്ചിടാം. ഒരു മുട്ട, 2 മുട്ട, ഹാഫ് മുട്ട, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവരത് ചെയ്യണം, മാവിലേക്ക് ഒഴിക്കണം, കാര്യമായിട്ടുള്ള ടൈം ഇളക്കണം. അങ്ങനെ നിങ്ങൾ പിന്നെ അതിനെടുത്ത് ഓവനിലേക്ക് വയ്ക്കുക. പക്ഷേ അതോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതായത് കേക്ക് മിക്സുകളുടെ കച്ചവടം പൊടി പൊടിച്ച് എല്ലാം വിറ്റ് തീർന്നു. വാട്ട് ഈസ് ദ റീസൺ? കേക്ക് ഉണ്ടാക്കുന്ന ആൾക്ക് ചെറിയൊരു കഷ്ടപ്പാട് നൽകിയപ്പോൾ മുട്ട പൊട്ടിക്കാനും കൈ അഴുക്കാകാനും ഒക്കെയുള്ള സാഹചര്യം വന്നു. സോ അങ്ങനെ കേക്കിൻ്റെ സൈക്കോളജിക്കൽ വാല്യൂ കൂടി. അതായത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് പ്രോസസ്സിൻ്റെ ഭാഗമാകാനും അവരുടെ ചെറിയ തെറ്റുകൾ പോലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയാനും സാധിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഡാൻ അരിയേലി എന്നൊരു ബിഹേവിയറൽ എക്കണോമിസ്റ്റ് ഇത് തെളിയിക്കാനൊരു പഠനം നടത്തി. പുള്ളി അതിനിട്ട പേരാണ് ദ ഐക്യ എഫക്റ്റ്. നമ്മുടെ നാട്ടിൽ ഐക്യ സ്റ്റോറുകൾ അധികം കാണാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് ഞാനങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ ഐക്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സെറ്റായിട്ടാണ് തരിക. നമ്മളവിടെ ചെന്നാൽ കിച്ചൺ സെറ്റ് മൊത്തം കാണും. ഒരു കിച്ചൺ ഫുൾ അവിടെ കാണും. സോ അവിടെ നിന്ന് ഫർണിച്ചർ വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, ആ ഒരു ഫർണിച്ചർ വരുന്നത് ഫ്ലാറ്റ് ബോക്സിലാണ്. അതിൽ കുറേ പീസുകളും ആണികളും ഒക്കെ കാണും. നമ്മളതെടുത്ത് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടിനെ വിളിക്കണം. പക്ഷേ അരിയേലി ഒരു എക്സ്പീരിയൻറ്റ് നടത്തി എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ആളുകളെ കൊണ്ട് ഒരു വില കുറഞ്ഞ ഐക്യ കസേര സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യിച്ചു. സോ അവരൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കസേരയുടെ കാല് കുറച്ച് കോണിയും തിരിഞ്ഞുമൊക്കെയാണ് ഇരുന്നത്. അതിനുശേഷം അദ്ദേഹം പെർഫെക്റ്റായ വില കൂടിയ ഒരു ഡിസൈൻ ചെയർ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട്, നിങ്ങൾ ഉണ്ടാക്കിയത് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നല്ല സാധനം വേണോ എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ ആളുകളും പറഞ്ഞത് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം മതി എന്നാണ്. സോ കാരണം എന്ന് പറയുന്നത്, മനുഷ്യൻ എപ്പോഴും അവർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വലിയ വില കൊടുക്കുമെന്ന് ഉള്ള യാഥാർത്ഥ്യമുണ്ട്. അതാണ് അരിയേലി തെളിയിച്ചത്. അതായത് ഒരു സാധനം എത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടിയും നമുക്കതിലൊരു ടച്ച് ഉണ്ടാവണം. നമ്മൾ വെറും പെർഫെക്ഷനെ അല്ല സ്നേഹിക്കുന്നത്, നമ്മൾ അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടിനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പെർഫെക്റ്റ് സാധനം മാത്രം പുറത്തേക്ക് കാണിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ഓഡിയൻസിന് കിട്ടേണ്ട ഐക്യ എഫക്റ്റ് ഇല്ലാതാകും. വെള്ളം ഒഴിച്ച് വെറുതെ ഉണ്ടാക്കുന്ന കേക്കാണ് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നത്. കഴിക്കാൻ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അവർക്ക് അതിനോടൊരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. അപ്പോൾ മനസ്സിലായോ? സിനിമയ്ക്ക് എന്തിനാണ് ട്രെയിലർ, അല്ലെങ്കിൽ എന്തിനാണ് ബിഹൈൻഡ് ദ സീൻസ്, അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോസിന് എന്താണ് ആ എഫർട്ട് കാണിക്കുന്ന വീഡിയോസ്? ചില യൂട്യൂബേഴ്സ് നല്ല വീഡിയോസ് ഇറക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ എഫർട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ, നിങ്ങളുടെ ആ കഷ്ടപ്പാടുകൾ നിങ്ങൾ പുറത്ത് കാണിക്കുമ്പോൾ, അതായത് അലങ്കോലമായി കിടക്കുന്ന ഡെസ്കിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയോ പരാജയപ്പെട്ട പ്രോജക്റ്റ് വീഡിയോസുകൾ ഇടുമ്പോഴോ ടെൻഷൻ ഷെയർ ചെയ്താലോ, നിങ്ങൾ പാചകത്തിൽ മുട്ട പൊട്ടിക്കുമ്പോൾ അത് അബദ്ധം പറ്റുന്ന സീനുകൾ കാണിച്ചാലോ നിങ്ങൾ ഓഡിയൻസിനെ കൂടി അവിടെ കസേര ഉണ്ടാക്കാൻ കൂട്ടുവിളിക്കുകയാണ്. നിങ്ങളുടെ സ്ട്രഗിൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വെറും ഒരു ക്രിയേറ്റർ അല്ല, കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്. ഇൻ കേസ് ഞാനിപ്പോൾ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം, പ്രത്യേകിച്ച് യൂട്യൂബിൽ സക്സസ് ആവാൻ കഴിയുന്ന മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ആവുകയാണെങ്കിൽ ഞാനത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്ന കാര്യം അത് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ വെറും ആർട്ട് വർക്ക് അല്ല ഷെയർ ചെയ്യേണ്ടത്, മറിച്ച് ആർട്ടിന് പിന്നിലെ വർക്കാണ് കാണിക്കേണ്ടത്. ഫൈനൽ പ്രോഡക്റ്റിനേക്കാൾ നമുക്കെല്ലാവർക്കും കാണാൻ ഇഷ്ടം അതിൻ്റെ പിന്നിലെ എഫർട്ടിനെ കൂടിയാണ്. നിങ്ങളിനി എത്ര AI ടൂൾസ് ഡൗൺലോഡ് ചെയ്ത് അടിപൊളി സിനിമ AI ഉണ്ടാക്കിയാലും അത് നിങ്ങൾ AI ജനറേറ്റ് ചെയ്തത് എന്ന് അറിയുന്ന നിമിഷം നിങ്ങൾക്ക് അതിൻ്റെ പിന്നിലെ എഫർട്ട് കുറവാണ്. ഈ അഫ്കോഴ്സ് AI എഫർട്ട് തന്നെയാണ്, പക്ഷേ ഒരു സിനിമ എടുക്കാനുള്ള ഒരു റിയാലിറ്റി വരുന്നുണ്ടല്ലോ. ആളുകളെ ഹയർ ചെയ്ത് ആ സ്ഥലം സെറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നിങ്ങളത് AI ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ AI ചെയ്യുന്ന സിനിമകൾക്ക് അത്രത്തോളം ഇമോഷൻ ഉണ്ടാവില്ല. ലാബിലുണ്ടാക്കുന്ന സിന്തറ്റിക് ഡയമണ്ട്സിനേക്കാൾ ആളുകൾക്കിഷ്ടം നാച്ചുറൽ ഡയമണ്ട്സിനെ ആവുന്നത് അവിടെയാണ്. സോ പെർഫെക്റ്റ് ആകണമെന്ന ചിന്തയൊക്കെ മാറ്റി ഉള്ളിലെ തുടക്കക്കാരനെ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഷ്ടപ്പാടുകളും അബദ്ധങ്ങളും ഒക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ തയ്യാറായാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ധൈര്യത്തോടെ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിച്ചില്ല. ചിലപ്പോൾ കൂട്ടുകാരുടെ 1-2 ലൈക്ക് കിട്ടും. പിറ്റേ ദിവസം എണീക്കുമ്പോൾ ലോകം വേറെ വഴിക്ക് പോവും. നിങ്ങളിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ ഇൻ്റർനെറ്റ് മറക്കും. നിങ്ങൾക്ക് വിഷമാവും, എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് തോന്നും. പക്ഷേ ഈ ഒരു അവസ്ഥയെ നേരിടണമെങ്കിൽ മനുഷ്യൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ചുള്ളൊരു സത്യം നമ്മൾ അറിയണം. 1800കളുടെ അവസാനത്തിൽ ഹെർമൻ എബ്ബിംഗ്ഹൗസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിച്ചു. മനുഷ്യൻ എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ മറന്നു പോകുന്നത് എന്ന് എബ്ബിംഗ്ഹൗസിന് അറിയണം. സോ പുള്ളി സ്വന്തമായിട്ട് ചില എക്സ്പെരിമെൻറ്റുകൾ നടത്താൻ തീരുമാനിച്ചു. അർത്ഥമില്ലാത്ത കുറേ വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് അത് എത്ര വേഗത്തിലാണ് തലയിൽ നിന്ന് പോകുന്നത് എന്ന് പുള്ളി നോക്കി.
അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ച് വരച്ച ഗ്രാഫിനെയാണ് എബിംഗ്ഹൗസ് ഫോർഗെറ്റിംഗ് കർവ് എന്ന് വിളിക്കുന്നത്. സോ ആ ഗ്രാഫ് ഒരു മലഞ്ചെരിവ് പോലെയാണ്. നമ്മൾ സ്ഥിരമായി ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ പുതിയതായി പഠിക്കുന്ന കാര്യങ്ങളുടെ 70% വെറും 24 മണിക്കൂറിനുള്ളിൽ മറന്നു പോകുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതായത് മനുഷ്യൻ്റെ തലച്ചോറെന്ന് പറയുന്നത് ശരിക്കും അടിയിൽ ദ്വാരമുള്ളൊരു വലിയ ബക്കറ്റാണ്. എത്ര വെള്ളം ഒഴിച്ചാലും അതൊക്കെ താഴെക്കൂടെ പോകും. ഈ പ്രപഞ്ചത്തിൻ്റെ ഡിഫോൾട്ട് അവസ്ഥ എന്ന് പറയുന്നത് തന്നെ എൻട്രോപ്പിയാണ്. അതായത് സമയം കഴിയുന്തോറും എല്ലാം തകർന്നു പോവുകയും മാഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ. അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ഡിഫോൾട്ട് അവസ്ഥ എന്ന് പറയുന്നത് ഫോർഗെറ്റിംഗ് ആണ്. ഓരോ ദിവസവും കോടിക്കണക്കിന് വീഡിയോയും ഫോട്ടോയും ആർട്ടിക്കിളും ഒക്കെ നമ്മുടെ കൺമുന്നിലൂടെ പുഴ പോലെ ഒഴുകുന്നുണ്ട്. നമ്മൾ അതിലോട്ടൊരു കല്ലിട്ടു എന്നതുകൊണ്ട് അതവിടെ തന്നെ നിലനിൽക്കണമെന്നില്ല, അത് അപ്രത്യക്ഷമാവും. സോ ഈ ഫോർഗെറ്റിംഗ് കർവിൽ നിന്ന് രക്ഷപ്പെടാനാണ് സ്റ്റോക്ക് ഫ്ലോ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ തമ്മിലുള്ള ബാലൻസ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥിരമായ വലിയ വർക്കുകളാണ്. ഞാനിപ്പോൾ 2-3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 6 മാസം എടുത്തൊരു സംഭവം ചെയ്തു, ഒരു വീഡിയോ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചെയ്തെടുത്തു, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഞാനൊരു നോവൽ എഴുതി. ഇതൊക്കെ സ്റ്റോക്കാണ്. അല്ലെങ്കിൽ വർഷം എടുത്ത് പണിയുന്ന ഒരു വലിയ വീട് സ്റ്റോക്കാണ്. സോ ഇവിടെ ഒരു വിഷയമുണ്ട്. നിങ്ങളവിടെ ബാക്കി വെച്ച് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ലെഗസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്താണ് ഫ്ലോ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അതായത് നമ്മൾ ഈ ചെയ്തു വരുന്ന വർക്കിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ലെഗസി ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഡെയിലി അപ്ഡേറ്റുകളെന്ന് പറഞ്ഞ് നമുക്ക് ലോകത്തിന് കാണിക്കാൻ പറ്റും. ഒരു 15 സെക്കൻഡ് വീഡിയോ, രാവിലെ കാപ്പി കുടിക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു തോട്ട്, ഒരു നാപ്കിനിൽ വരയ്ക്കുന്ന പഴയൊരു ചിത്രം. സോ ദിവസവും ഇങ്ങനെ വയ്ക്കുന്ന ഫ്ലോ എന്ന് പറയുന്ന ചെറിയ ഇഷ്ടികകളില്ലാതെ നിങ്ങൾക്കൊരിക്കലും സ്റ്റോക്ക് എന്ന കോട്ട പണിയാൻ കഴിയില്ല. കഷ്ടപ്പെടാതെ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള പല പുസ്തകങ്ങളും വായിക്കുന്നുണ്ട്. ആ പുസ്തകം വായിക്കുന്നതിൻ്റെ പോസ്റ്റൊക്കെ ഇട്ടില്ലെങ്കിൽ പോലും ഞാനിത് വായിച്ച എഫർട്ടോടെയുണ്ട്. എഴുത്തുണ്ട്, റീറൈറ്റിംഗ് ഉണ്ട്, പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ബിൽഡിംഗ് ബ്ലോക്സാണ്. ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റും. കാരണം ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ മനുഷ്യൻ്റെ ഓർമ്മയിലുണ്ടാകുന്ന ചോരുന്ന ബക്കറ്റിലെ ദ്വാരങ്ങൾ നമുക്ക് അടയ്ക്കാൻ പറ്റും. ദിവസം ഒരു ചെറിയ അപ്ഡേറ്റ് നൽകാൻ നോക്കുക. നിങ്ങൾ എബിംഗ്ഹൗസ് ഫോർഗെറ്റിംഗ് കർവിനെ ബ്രേക്ക് ചെയ്യുക. ഞാൻ ഇവിടെയുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഓർമ്മിപ്പിക്കുക. മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ മാത്രം വരുന്ന കരിക്ക് വീഡിയോ ഇപ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ? ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ നമ്മൾ ഓർക്കും. ഇതുപോലെ പലരും മൺമറഞ്ഞു പോയി. എന്തുകൊണ്ടാണ്? അവരുടെ വർക്ക് ചിലപ്പോൾ കുറേ നാളത്തെ വർക്കായിരിക്കും. പക്ഷേ അതിനൊരു പ്രേതത്തെ പോലെ ആക്കാതെ നമ്മൾ ഓഡിയൻസിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ ശ്രമിക്കണം. സോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കും. അതായത് നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ലൈക്കിനും വ്യൂസിനും അറ്റൻഷനും പിറകെ ഓടുന്നത് ശരിയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കോണ്ടൻറ്റ് ഇട്ട് അത് യൂസ് ചെയ്യുന്നത് ബ്രെയിൻ റോട്ടിന് കാരണമാകുമെന്ന് പറയുന്ന JR തന്നെയാണോ കണ്ടൻറ് ക്രിയേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനും എനിക്ക് മറുപടിയുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ